ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ വന്നിട്ടുള്ളത് ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് മുന്നേ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് നന്ദി. അപ്പോൾ എനിക്ക് 2-3 മെസ്സേജസ് വന്നു. ഞാനതിൽ പ്ലീറ്റഡ് അല്ലാത്ത സാരി ഡ്രേപ്പിംഗ് ആണ് ചെയ്തത്. അപ്പോൾ പ്ലീറ്റ് ചെയ്തിട്ട് സാരി ഒന്ന് ഡ്രേപ്പ് ചെയ്ത് കാണിച്ചു തരാമോ എന്ന് മെസ്സേജ് വന്നുകൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ പ്ലീറ്റ് എടുക്കുന്നൊന്നും ഞാൻ വീഡിയോ ഇട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്ലീറ്റ് എടുത്ത സാരി ഉടുക്കുമ്പോൾ തന്നെ അറേഞ്ച്മെന്റ് വൃത്തിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ സാരി പ്ലീറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലീറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ പ്ലീറ്റ്സ് ഉണ്ടല്ലോ, ഇത് മാത്രമേ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമ്മുടെ സെന്റർ പ്ലീറ്റ്സ് അയൺ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സാരി ഉടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മുടി പിന്നിട്ടിട്ടുണ്ട്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല, ജസ്റ്റ് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു, പൊട്ടി തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സാരി ഉടുക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ എന്നത്തെ പോലെ എൻ്റെ ഷേപ്പ് വിയറാണ് വിയർ ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഞാൻ മേലേക്ക് തന്നെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കംഫർട്ടിനനുസരിച്ച്. ചിലർക്ക് പുക്കിളിന് താഴെ എടുക്കുന്നതായിരിക്കും, പുക്കിളിന് ഉപ്പ് എടുക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്ക് അങ്ങനെയൊന്നുമില്ല, പുക്കിളിന് താഴെ എടുക്കാറില്ല. എന്തായാലും എനിക്ക് ഒന്നെങ്കിൽ മേലെ അല്ലെങ്കിൽ പുക്കിളിനൊപ്പം. ഇന്ന് ഞാൻ ഇങ്ങനെ കെട്ടാനാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് ഇത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാരിയൊക്കെ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്കൈ ബ്ലൂ അല്ല, എന്നാലും പീകോക്ക് ഷെയ്ഡും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് സാരിയാണേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടക്കിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പുറത്തേക്കൊന്നും പോകാനില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എവിടെയാണോ ഫസ്റ്റ് കുത്തുന്ന ഒരു എൻഡില്ലേ, എൻഡ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സാധാരണ സാരി ഉടുക്കുന്ന പോലെ ഞാൻ എപ്പോഴും കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിരുന്നല്ലോ, ഞാൻ സെന്ററിലാണ് പ്ലീറ്റ് എടുക്കുമ്പോൾ കുത്താറുള്ളത്. അതെ, ഇങ്ങനെ സൈഡിലേക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് ലാസ്റ്റ് അത് അഴിക്കാനുള്ളതാണ്. ഓക്കെ, അതെ, ഇത് ഞാൻ പ്ലീറ്റ് എടുത്ത് വെച്ചതാണ്. ഞാൻ അടിയിൽ നിന്ന് റെഡിയാക്കി കൊടുക്കട്ടെ കേട്ടോ. കണ്ടോ, ഇതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ള സീക്രട്ട്. ഞാൻ അയൺ ഒന്നും ചെയ്തിട്ടില്ല സാരി, വെറും പ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അതേ സാരിയുടെ പ്ലീറ്റ്സ് കിടക്കുന്നുണ്ടോ, എനിക്ക് വിസിബിൾ ആവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പൊ അതേ നമ്മൾ ഈ സെൻട്രൽ പ്ലീറ്റ്സ് ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്. നമ്മുടെ അഹാനയുടെ ഒക്കെ ദിയാ കൃഷ്ണയുടെ വെഡിങ്ങിന് അഹാനയുടെ സാരിയുടെ ഒക്കെ ഒരു ക്ലോസ് വീഡിയോ ഭയങ്കര വൈറലായിരുന്നല്ലേ. ഇതുമാതിരി ഇങ്ങനെ പ്ലഫി ആയിട്ട് കിടക്കുന്ന പ്ലീറ്റ്സ്, സെൻട്രൽ പ്ലീറ്റ്സ് ഇതേ വിത്തൗട്ട് അയൺ ബോക്സ് അയണർ കളർ ഞാനിത് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഈ സാരി ഒരു ഫ്ലോ നമുക്ക് ഭയങ്കര ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാരി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനത്തത് കിട്ടും. ഞാനിവിടെ അയൺ ചെയ്തിട്ടില്ല. അയൺ ചെയ്തിട്ടില്ല നിങ്ങളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഞാനതിന്റെ ചുളിവൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ഇതിന്റെ ചുളിവൊക്കെ ഉണ്ട്. ഞാൻ അയൺ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്. അപ്പൊ അതേ ഇതാട്ടോ നമ്മുടെ പ്ലീറ്റ്സ് ഇതേ കിടക്കുന്നു. അപ്പൊ ഇത് ഞാൻ എങ്ങനെ എടുത്തെന്ന് എനിക്ക് പറഞ്ഞുതരാം. നമ്മൾ നോർമലി ഇവിടുന്ന് ഇങ്ങനെ പ്ലീറ്റ്സ്, സാധാരണ നമ്മൾ നോർമലി പ്ലീറ്റ്സ് എടുക്കില്ലേ, ആ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഞാൻ അടുത്തേക്ക് വരാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ സീക്രട്ട് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ പ്ലീറ്റ്സും ഇങ്ങനെ 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 അടുക്കി പെറുക്കിയിട്ടല്ലേ വരിക, ഇങ്ങനെയല്ലേ വരിക, കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. ഈ എടുക്കുന്ന പ്ലീറ്റ്സ് ഉണ്ട്, അത് ഒരുമിച്ച് നിൽക്കുന്ന 2 പ്ലീറ്റ് ഉണ്ടല്ലോ, അതെ അതെ, ഇങ്ങനെയല്ലേ ആദ്യത്തെ 2 പ്ലീറ്റ്സ് വരാം. എല്ലാ പ്ലീറ്റ്സും ഇങ്ങനെ അടുക്കി പിറക്കി വരുമ്പോൾ അതെ ഇങ്ങനെ ഒന്നിന്റെ മേലെ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ആദ്യത്തെ 2 പ്ലീറ്റ്സ് നമ്മളിതേ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ 2 പ്ലീറ്റ്സ്. ഈ 2 പ്ലീറ്റ്സിന്റെ ഉള്ളിൽ കണ്ടോ, ഈ ജോയിൻ ആവുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അതായത് ഈ 2 പ്ലീറ്റ്സിന്റെയും
ഉള്ളിലേക്ക് ഈ രണ്ടുതേ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ പ്ലീറ്റ്സിൻ്റെയും ഇടയിൽ ഇതേ ഓരോ പിൻ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പം നമ്മുടെ ഫ്ലഫി പ്ലീറ്റ്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ബ്രൈഡലാണ്, അല്ലെങ്കിൽ നമ്മൾ ബ്രൈഡൽ സാരിയാണ് ഡ്രേപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂമിൻ്റെ ചേച്ചിയാണ്, പെങ്ങളാണ്, അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ സിസ്റ്റർ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡ്രേപ്പിസ്റ്റിന് പൈസ കൊടുത്തിട്ടൊന്നും സാരി ഡ്രേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മൾ ഈ പിന്ന് കുത്തുന്നതിന് പകരം പിന്നെ പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ വൃത്തികേടാവോ എന്നൊക്കെ തോന്നലുള്ളവരിതേ ജസ്റ്റ് ഒരു സൂചി നൂല് കൊടുക്കുക. നമ്മൾ തലേന്ന് എന്തായാലും കല്യാണത്തിന്, നമ്മുടെ വീട്ടിലെ ഫംഗ്ഷന്, നമ്മുടെ ക്ലോസ് ഫാമിലി ക്ലോസ് ഫ്രണ്ട്സിന്റെ ഫംഗ്ഷന് നമ്മൾ തലേന്ന് എന്തായാലും സാരി റീപ്ലീറ്റ് ചെയ്തെടുത്ത് വെക്കും, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് ഒരു സൂചി നൂലെടുത്ത് ജസ്റ്റ് നമ്മൾ ആ പിൻ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അതായത് ഓരോ പ്ലീറ്റ്സിന്റെയും 2 പ്ലീറ്റ്സ് ജോയിൻ ആവുന്ന സ്ഥലത്ത് ഉള്ളിൽ കുഞ്ഞൊരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി, സൂചി നൂലെടുത്തിട്ട്. അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ ഫ്ലഫി ആയിട്ട് പ്ലീറ്റ്സ് ഇതേ നിൽക്കുന്നു. അതിന്റെ കൂടെ നമ്മൾ അയൺ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ്. പിന്നെ അയൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഭയങ്കര ഒഴുകി അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ അല്ല സാരി എങ്കിൽ എന്ത് ചെയ്യുക, പ്ലീറ്റ്സ് മൊത്തം എടുക്കാം. പ്ലീറ്റ്സ് മൊത്തം എടുത്തിട്ടേ ഇതിന്റെ ഉൾഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഈ ഉള്ളിലേക്ക് വരുന്ന പ്ലീറ്റിന്റെ ഉൾഭാഗം ഇവിടെ മാത്രം, ഈ പ്ലീറ്റിന്റെ ഈ ഉള്ളിൽ വരുന്നിടത്ത് മാത്രം ദേ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമുക്ക് നന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലഫി ആയിട്ടുള്ള പ്ലീറ്റ്സ് കിട്ടും. ഇവിടെ കറക്റ്റ് ഇവിടെ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോന്നും മടക്കി ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ച് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഈ അറ്റത്തേക്ക് അയൺ ബോക്സ് തട്ടിക്കണ്ട, ഈ ഭാഗത്ത് മാത്രം. അതായത് ഇവിടുന്ന് അയൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ അറ്റം വരെ അയൺ ചെയ്യാലോ, അത് വേണ്ട. ഈ ഉള്ളിലേക്ക് വരുന്ന ഈ ഒരു മടക്കില്ലേ, അവിടെ മാത്രം നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം ഒരുമിച്ച് വെച്ച് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയിൽ ഓരോ നോട്ട്സ് ദേ കണ്ടോ. ഈ നോട്ട്സ് ഞാനിവിടെ പിൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്, കാരണം നൂല് സൂചി തുടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീഡിയോ കാണിക്കാനല്ലേ. അപ്പോൾ ഇവിടെ ഓരോ കണക്ഷൻ പോയിന്റിലും നമ്മൾ ഓരോ ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ നാക്കിയാൽ മതി. ഇനി പ്ലീറ്റ്സിനെ നമ്മൾ അധികം പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി വരുന്ന പോർഷൻ നമ്മൾ സാധ്യത ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഞാൻ സൈഡിലേക്ക് ചെയ്ത് കാണിച്ചു തരാൻ തന്നെ കാരണം ഇവിടെ ഞാൻ അയൺ ചെയ്തതിന്റെ മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്ലീറ്റ്സും അടുക്കി പെറുക്കി വെക്കാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ ആക്കുന്നേക്കാ നല്ലത്. ജസ്റ്റ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കും. കണ്ടോ എത്ര ഭംഗിയായിട്ട്. ഞാൻ ഇവിടെ കുത്തിയിട്ടൊന്നുമില്ല, അതിന് മുന്നേ തന്നെ സാരിയുടെ ഒരു ഭംഗി നോക്കി. ഇനി നമുക്കിത് ഇവിടെ എടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പിൻ ചെയ്യണം. അതുപോലെ ഇവിടുത്തെ പ്ലീറ്റ്സ് എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു പോയിന്റും കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ പിൻ ചെയ്യില്ലേ, ഈ പിൻ ചെയ്ത് നമ്മൾ പ്ലീറ്റ്സിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ പിൻ ചെയ്തതിന് ശേഷം നമുക്ക് എത്ര വരെ, അതായത് ഇവിടം വരെ നമ്മൾ ഫസ്റ്റ് വിസിബിൾ ആവുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ സാരി കൊടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ നേരൊരാൾ കാണുമ്പോൾ നമ്മൾ ഇതുവരെ എന്തായാലും എടുത്ത ആൾ കാണും, അതുവരേക്കും ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മെഷർമെന്റ് എടുത്തിട്ട് ഇവിടെ ഒരു പിൻ ചെയ്തിട്ട് വേണം ഈ നമ്മൾ ഇവിടുന്ന് പിന്നഴിച്ച് നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് എടുത്ത് അയൺ ചെയ്യാം. കാരണം നമുക്ക് ഇവിടം വരെ അയൺ ചെയ്ത് കൊടുത്താലേ നമുക്ക് ആ വൃത്തിയിൽ നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാനതേ സാരി ബ്ലൗസ് ഇട്ടിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോഴതിൻ്റെ ഒരു ക്ലാരിറ്റിയോട് കൂടി കാര്യം മനസ്സിലാവും. സാരി കൊടുത്തിട്ടുണ്ട്, സാരിയിലോട്ട് ഞാൻ എൻ്റെ കല്യാണത്തിന് പിറ്റേന്ന് ചടങ്ങിന് കൊടുത്തിട്ടുള്ള ബ്ലൗസ് ആട്ടോ. കാരണം ഇതിന്റെ ബ്ലൗസ് എനിക്ക് തോന്നി എൻ്റെ അടുത്തുള്ള ബ്ലൗസിൽ ഏതെങ്കിലും ഒരെണ്ണൊക്കെ ഇതിന് തോന്നും പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിന്റെ ബ്ലൗസ് അടുപ്പിച്ചിട്ടില്ല. കല്യാണത്തിന്റെ സമയത്ത് എടുത്ത സാരിയാണ്, ഞാൻ ഇതുവരെ പുറത്തേക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ പ്ലീറ്റ് ഉണ്ടല്ലോ അത് ഇവിടെ കൊടുന്ന് ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലീറ്റ്സ് ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്തിട്ട് നമുക്കിത് ഉള്ളിലേക്ക് കൊത്തി കൊടുക്കാം കേട്ടോ. ഈ വഴി ഇവിടെ ഉള്ള പ്ലീറ്റ് നമ്മുടെ ഇഷ്ടം കേട്ടോ. എനിക്കങ്ങനെ അതിങ്ങനെ
ഇങ്ങനെ കറക്റ്റ് പ്ലീറ്റ് ആയിട്ട് വരുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനെ കുറച്ചൊരു ചുളിവിൽ നിൽക്കുന്നതാണ് എനിക്ക് എൻ്റെ ബോഡിക്ക് എനിക്ക് ഭംഗി തോന്നിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മുടെ ഈ പ്ലീറ്റ്സ് അപ്പോൾ ഞാനിത് അയൺ ചെയ്ത അതേ ഗ്യാപ്പിലൂടെ തന്നെ കേട്ടോ എൻ്റെ സാരിയുടെ പ്ലീറ്റ്സ് വന്നിട്ടുള്ളതും ഇവിടെ വരെ ഉണ്ട്. അത് ഞാൻ എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്യാം, അപ്പോൾ അത് മനസ്സിലാവും. നമ്മുടെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് എടുക്കാം. വേറൊരാൾക്ക് ആ ഒരു ചെറിയൊരു പ്ലീറ്റ് ഭംഗിയുണ്ട് അല്ലെങ്കിൽ വലിയ പ്ലീറ്റ് ഭംഗിയുണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ ബോഡിക്കും അത് ഓക്കെ ആവണമെന്നില്ല. നമ്മുടെ ഷോൾഡറിന്റെ സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ, അപ്പോഴേ അത് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതേ ഞാൻ ഈ പ്ലീറ്റ്സ് ഒന്നും കുത്തട്ടെ കേട്ടോ. അപ്പൊ ഇതേ എന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്, അപ്പോ ഞാൻ പ്ലീറ്റ് ഒക്കെ എടുത്ത് കണ്ടോ, വളരെ ബോഡി ഹഗ്ഗിങ് ആയിട്ടോ ഞാൻ സാരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ നമ്മുടെ സൈഡിൽ 2 പ്ലീറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലൊന്നും അങ്ങനെ പൊന്തി നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പ്ലീറ്റ് എടുക്കുന്നത് വീഡിയോയിൽ കാണിക്കാതെ കഴിഞ്ഞ തവണ എടുത്ത അതേ മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടം തൊട്ട് ഇതേ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇവിടം വരെ ഞാൻ അയൺ ചെയ്തു എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ദേ ഇതാട്ടോ എൻ്റെ സാരിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പൊ ഞാൻ അതിലേക്കൊരു പിങ്ക് ബേബി പിങ്ക് ഷെയ്ഡിലോ വന്നിട്ടുള്ളൊരു ബ്ലൗസാണ് പെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെട്ടു എന്ന് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതേ മുന്താണി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഒരുപാട് നീളത്തിൽ മുന്താണി ഇടുന്നതാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ ബോഡി കുറച്ച് തടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് അത്ര മുന്താണി കിട്ടില്ല. അപ്പൊ എൻ്റെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള മുന്താണി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്ലീറ്റ്സ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പ്ലീറ്റ്സിന്റെ ക്ലോസ് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 1 2 3 4 5 7 പ്ലീറ്റ്സോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പറയുമ്പോൾ ഞാൻ അത്യാവശ്യം തടിയുള്ള ആളാണല്ലോ. പിന്നെ അപ്പൊ ഇതാട്ടോ പ്ലീറ്റ്സ്. അപ്പൊ ഇത്രയാണ് മുന്താണി കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പഫി പ്ലീറ്റ്സിന് അങ്ങനെ അയണറോ സ്ട്രെയിറ്റ്നറോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ പ്ലഫി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലീറ്റ്സ് കിട്ടും. സാരി കൊടുത്തതിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ചില സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ 1 2 തവണ ചുറ്റി നോക്കിയിട്ടാണ് എടുക്കാറ്. പക്ഷെ ഈ തവണ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നല്ല ഭംഗിയായിട്ട് എനിക്ക് സാരി കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഒരു എന്താ പറയുക ഷാലോ ഫ്രൈ എന്നൊക്കെ പറയും, അതുപോലെ ഒരു ഷാലോ അയണിങ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, സൈഡിലൊന്നും അങ്ങനെ പൊന്തി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. നല്ല വൃത്തിയിൽ ബോഡി ഹഗ്ഗിങ് ആയിട്ട് തന്നെ എനിക്ക് സാരി ഉടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നമ്മുടെ മെഷർമെന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് അവിടം വരെ നമ്മൾ ഇവിടുത്തെ വീതി ആവില്ല, ഇവിടേക്ക് കുറച്ചും കൂടി ഗ്യാപ്പിട്ട് താഴെ വരെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള പ്ലീറ്റ് നല്ല ഭംഗിയായിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ നമ്മുടെ സെൻട്രൽ പ്ലീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മളിങ്ങനെ പ്ലീറ്റ് ഇതേ ഇങ്ങനെ വരുന്ന പ്ലീറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ 2 പ്ലീറ്റിൻ്റെയും ഈ സെൻട്രൽ പോർഷൻ ജസ്റ്റ് ഇതേ രണ്ടിൻ്റെയും 2 സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതല്ല നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നൂലിട്ട് കെട്ടിയാൽ മതി, നല്ല ഭംഗിയുണ്ടായിരിക്കും. ഈ പ്ലീറ്റഡ് സാരി ഡ്രൈപ്പിങ്ങിനെ പറ്റി പറയാനുള്ളത് എനിക്ക് ഇത്രയും അറിയുള്ളൂ ഇതിനെ പറ്റിയിട്ട്. കാരണം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാട്ടോ പ്ലീറ്റും അതുപോലെ തന്നെ അതൊന്ന് ജസ്റ്റ് 2 എണ്ണത്തിൻ്റെയും നടുവിൽ ഒരു പിൻ ചെയ്ത് കൊടുത്ത് എത്ര പ്ലീറ്റ് ആണോ ഉള്ളത് അതിൻ്റെ ഓരോ സൈഡിലും 2 എണ്ണം ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്ലഫി ആയിട്ടുള്ള പ്രീപ്ലീറ്റ് കിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കട്ടിയുള്ള സാരി ആണെങ്കിൽ അതിൻ്റെ ഉൾവശം ഒന്ന് നമുക്ക് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രീപ്ലീറ്റഡ് സാരി ഡ്രേപ്പിംഗ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.